വീഡിയോ എടുക്കുമ്പോൾ മിണ്ടാണ്ട് ഉരിയാടാണ്ട് നിൽക്കണം കേട്ടോ. ഓയിൽ വേണം. വീഡിയോ എടുക്കുമ്പോൾ എന്ത് ചെയ്യാനാ പറഞ്ഞ ഞാൻ? കട്ട വേണം. ഇറങ്ങിക്കോ. ഹലോ ഗൈസ്, അപ്പോൾ ഇന്നൊരു വീക്കെൻഡാണ്. നമ്മളിന്ന് നമ്മുടെ വണ്ടിയുടെ ചെയിൻ മെയിൻ്റനൻസും അതുപോലെ തന്നെ വാഷിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി ഇറങ്ങിയതാണ്. നമ്മളൊരു സീനിക് ലൊക്കേഷനിലാണ് ഉള്ളത്. രാവിലെ എണീറ്റ് വീട്ടിൽ നിന്ന് തന്നെ വണ്ടി വാഷ് ചെയ്യാൻ വേണ്ടി ഇറങ്ങിയപ്പോൾ അമ്മ അവിടെ നിന്ന് ഓടിച്ചു. കാരണം വേനൽക്കാലമാണ്, വീട്ടിൽ വെള്ളമില്ല. വേനൽമഴ കാരണം പറ്റിയ ചെളിയും കാര്യങ്ങളും അതുപോലെ തന്നെ ഡ്രൈ ആയ ചെയിനും എല്ലാം കൂടെ കാണുമ്പോൾ വണ്ടി ഏകദേശം ഒരു യുദ്ധം കഴിഞ്ഞ പോലെയുണ്ട്. വീഡിയോയിൽ എത്രത്തോളം മനസ്സിലാവുന്നുണ്ടെന്ന് അറിയില്ല, പക്ഷേ മുഴുവൻ ചെളിയാണ്. നമ്മുടെ വണ്ടിയുടെ കിലോമീറ്റർ ഏകദേശം 16,500 കിലോമീറ്റർ, 17,000 കിലോമീറ്റർ ആവാനായി. അപ്പം സാധാരണഗതിയിൽ സർവീസ് സെൻ്റർ എന്ന് പറഞ്ഞ അനുസരിച്ചിട്ട് വിസ്ട്രോമിൻ്റെ ചെയിൻ ഒരു 9,000 കിലോമീറ്റർ വരെയൊക്കെ കിട്ടാറുള്ളൂ. അപ്പം എനിക്ക് ഇത്രത്തോളം ലൈഫ് കിട്ടിയത് എങ്ങനെയാണെന്നും കൂടെ ഞാൻ വീഡിയോയിൽ ഷെയർ ചെയ്യാം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. നമുക്ക് കുറച്ച് ആയുധങ്ങളുണ്ട്. ഇതാണ് നമ്മുടെ ആദ്യത്തെ ആയുധം. ഈ ആയുധത്തിൻ്റെ യൂസ് എന്താണെന്ന് ഞാൻ കാണിച്ചു തരാം. നമുക്ക് സെക്കൻഡ് സ്റ്റാൻഡ് ഇല്ല, അപ്പോൾ ഈ ആയുധം ഇല്ലാണ്ട് ചെയിൻ ക്ലീനിങ്ങോ വാഷിങ്ങോ ഒന്നും നടക്കില്ല. വേറൊരു തെണ്ടിയുടെ സഹായം ഇല്ലാതെ നമുക്ക് ഒറ്റയ്ക്ക് ചെയിൻ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നൊരു ടൂളാണിത്. അപ്പോൾ ഇതെല്ലാ ഓണേഴ്സിനും അറിയായിരിക്കും. ആകെ ചെളിയാണ്. അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ ഈ ഒരു ഗ്രില്ല്, ഇത് കമ്പനി നമുക്ക് ഗ്രില്ലടിക്കാൻ വേണ്ടി തന്നതാണ്. അതഴിച്ച് മാറ്റി വെക്കണം. എന്നിട്ട് ചെയിനൊക്കെ ക്ലീൻ ചെയ്ത് ലൂബ് ചെയ്ത് വെക്കണം. ഈ സ്ക്രൂസൊന്നും കളയാൻ പാടില്ല, കാരണം ഗ്രില്ലില്ലാതെ ഓടിക്കഴിഞ്ഞാൽ ചിലപ്പം MVD പൊക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നമ്മുടെ കയ്യിൽ കുറച്ച് ഡീസലുണ്ട്, അതുപോലെ തന്നെ ക്ലീൻ ചെയ്യാനുള്ള ബ്രഷും ഉണ്ട്. ഇത് നമുക്ക് ആമസോണിൽ നിന്ന് വാങ്ങാൻ കിട്ടും. വളരെ യൂസ്ഫുള്ളായ ബ്രഷാണിത്. അപ്പോൾ ഡീസൽ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളൊരു കപ്പിൽ കുറച്ച് ഡീസൽ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് എന്താ വെച്ചാൽ, ഓപ്പൺ ആയിട്ടുള്ള എന്തെങ്കിലും പാത്രങ്ങളുണ്ടെങ്കിൽ അടിയിൽ അതിങ്ങനെ പിടിച്ചിട്ട് വീല് ജസ്റ്റ് റൊട്ടേറ്റ് ചെയ്താൽ ചെയിൻ അതിനകത്ത് കുതിർന്ന് മുഴുവൻ ക്ലീനായി വന്നോളും. അപ്പോൾ നമുക്ക് അതിനുള്ള ഓപ്ഷൻ ഇല്ല. ഇവിടെ പുല്ലും കാര്യങ്ങളൊക്കെ ആണ്ട് വീല് ടൈറ്റുമാണ്. അതുപോലെ നമ്മുടെ ഒരു പരന്ന പാത്രങ്ങളൊന്നുമില്ല. അപ്പോൾ നമ്മൾ ബ്രഷ് ഡീസലിൽ മുക്കിയതിന് ശേഷം ഇവിടെ പിടിച്ചിട്ട് ജസ്റ്റ് വീലൊന്ന് റൊട്ടേറ്റ് ചെയ്ത് കൊടുത്താൽ മതി. നമ്മുടെ ചെയിൻ ഇത്രയും പൊടിയും ചെളിയും വരാനുള്ള കാരണം നമ്മൾ സാധാരണ ചെയിൻ ലൂബല്ല യൂസ് ചെയ്യുന്നത്. നേരെ മറിച്ച് നമ്മൾ ഗിയർ ഓയിലാണ് ചെയിൻ ലൂബായിട്ട് യൂസ് ചെയ്യുന്നത്. ഗിയർ ഓയിൽ ചെയിൻ ലൂബായിട്ട് യൂസ് ചെയ്യുന്നതിൻ്റെ ഒരു ഡീമെറിറ്റ് എന്താ വെച്ചാൽ, നമുക്കത് മഴക്കാലത്ത് യൂസ് ചെയ്യാൻ പറ്റില്ല. അതുപോലെ തന്നെ നമ്മുടെ ഈ ക്ലീനിങ് ടൈമിൽ നല്ല ബുദ്ധിമുട്ടാണ് ഗിയർ ഓയിൽ യൂസ് ചെയ്യുന്ന സമയത്ത്. പക്ഷേ നമുക്ക് ചെയിൻ ലൈഫ് ഏകദേശം ഡബിളായിട്ട് കിട്ടും. അതെൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് എന്ന് പറയുന്നതാണ്. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ചെയിൻ ക്ലീനറിന് പകരം ഡീസൽ യൂസ് ചെയ്യുമ്പോൾ ഏറ്റവും വലിയ ബെനിഫിറ്റ് എന്താ വെച്ചാൽ, ഡീസൽ ഏറ്റവും ചീപ്പർ സൊല്യൂഷനുമാണ്, അതുപോലെ തന്നെ ഏറ്റവും ബെസ്റ്റ് സൊല്യൂഷനുമാണ്. നമ്മുടെ ചെയിൻ ക്ലീനറിനെ ക്ലീൻ ചെയ്യാൻ പറ്റുന്നതിലും കൂടുതൽ നമ്മുടെ ഡീസലിനെ ക്ലീൻ ചെയ്യാൻ പറ്റുന്നുണ്ടെന്നാണ് എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ. കാരണം ഇത് നമ്മൾ ഓയിൽ യൂസ് ചെയ്തിട്ട് ആ ഓയിലിൽ പിടിച്ച് നിൽക്കുന്ന ചെളിയും കാര്യങ്ങളൊക്കെയാണ്. അത് നമ്മുടെ വീലിൽ മൊത്തം സ്പ്രെഡായിട്ടുണ്ട്. പക്ഷേ ഇതൊക്കെ ജസ്റ്റ് ഒന്ന് ഡീസൽ തൊട്ട് കൊടുക്കുമ്പോൾ തന്നെ അതൊക്കെ പെട്ടെന്ന് ഇളകി പോരുന്നുണ്ട്. അപ്പോൾ നെക്സ്റ്റ് ടൈം നിങ്ങൾ ചെയിൻ ക്ലീനർ യൂസ് ചെയ്യുന്നതിന് പകരം ഡീസലൊന്ന് യൂസ് ചെയ്തിട്ട് അതിൻ്റെ റിസൾട്ട് ഒന്ന് കമ്പയർ ചെയ്ത് നോക്കുക. അപ്പോൾ ഗൈസ്, നമ്മുടെ ചെയിനും കാര്യങ്ങളൊക്കെ നല്ല അടിപൊളിയായി ക്ലീൻ ആയിട്ടുണ്ട്. നമ്മുടെ ഓയിലും അതുപോലെ മണ്ണും പറ്റിയിട്ടുള്ള കുഴമ്പ് രൂപത്തിലുള്ള സാധനങ്ങൾ മുഴുവൻ ഡീസൽ തട്ടിയപ്പോൾ തന്നെ പെട്ടെന്ന് ഇളകി പോകുന്നുണ്ട്. നമ്മുടെ സ്വിങ്ങാമും കാര്യങ്ങൾ മൊത്തം അതിൽ കവേർഡായിരുന്നു. ഇനിയിപ്പോൾ നമുക്ക് വണ്ടി ഒന്ന് വാഷ് ചെയ്യണം. അതിന് ശേഷം നമ്മുടെ ഗിയർ ഓയിൽ അപ്ലൈ ചെയ്യണം. കാരണം ഗിയർ ഓയിൽ അപ്ലൈ ചെയ്തിട്ട് വാഷ് ചെയ്താൽ വണ്ടി വാഷ് ചെയ്യുന്ന സമയത്ത് വെള്ളം തട്ടി അത് പെട്ടെന്ന് ഗിയർ ഓയിൽ വാഷ് ഔട്ടായി പോകും. നിങ്ങൾക്ക് അടുത്ത ലോങ് റൈഡ് പോകുമ്പം കാര്യമായ സർപ്രൈസ് ഒന്നും വണ്ടിയുടെ ഭാഗത്ത് നിന്ന് കിട്ടുന്നുണ്ടെങ്കിൽ സ്വിച്ചസിലും അതുപോലെ തന്നെ കീ ഹോളിലൊന്നും വെള്ളം പോകാതെ നോക്കണം. ഞാൻ കീ ഇപ്പോൾ ഇട്ടതാണ്, അവിടെ ക്ലീൻ ചെയ്യുന്ന സമയത്ത് ഊരി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഗൈസ്, നമ്മൾ ഇവനെ ഏകദേശം കുളിപ്പിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനിയാണ് നമുക്ക് ചെയിൻ ലൂബ് ചെയ്യേണ്ടത്. അപ്പോൾ ആദ്യം ഒന്ന് ഡ്രൈ ആവണം, അതിന് ശേഷം നമുക്ക് നേരെ ലൂബ് ചെയ്യാം. അപ്പോൾ ഗൈസ്, ഇനി നമ്മുടെ അവസാനത്തെ സ്റ്റെപ്പാണ് നമുക്ക് ഓയിൽ അപ്ലൈ ചെയ്യാം. ഇപ്പോഴും ചെറിയ വെള്ളവും കാര്യങ്ങളൊക്കെ ചെയിൻ്റെ മേലുണ്ട്, പക്ഷേ കുഴപ്പമില്ല. നമ്മളിപ്പോൾ കഴുകാൻ തുടങ്ങിയിട്ട് തന്നെ ഏകദേശം 2-3 മണിക്കൂറായി. നമ്മൾ ഫ്രണ്ട് സ്പ്രോക്കറ്റ് കഴിഞ്ഞ തവണ വാഷ് ചെയ്യുന്ന സമയത്ത് ക്ലീൻ ചെയ്തതാണ്, അതുകൊണ്ടാണ് ഇന്നത് അഴിക്കാഞ്ഞത്. കാര്യമായ ഡേർട്ടൊന്നും അതിൻ്റെ ഉള്ളിൽ ഉണ്ടാവാൻ വഴിയില്ല. കാരണം ഞാനൊരു വർഷത്തിന് ശേഷമാണ് കഴിഞ്ഞ തവണ അത് അഴിച്ചത്, എന്നിട്ടും അതിൻ്റെ ഉള്ളിൽ കാര്യമായിട്ടൊന്നും ഉണ്ടായിരുന്നില്ല.
നമ്മൾ ഈ ഓയിൽ വാങ്ങാനും അതുപോലെ തന്നെ ഈ ഒരു ഓയിൽ ക്യാൻ വാങ്ങാനൊക്കെ ഏകദേശം 500 രൂപേൻ്റെ ഉള്ളിലേ ആവുന്നുള്ളൂ. 300-380 അത്രയും പൈസയുടെ ഉള്ളിൽ ഈ സാധനങ്ങൾ മുഴുവൻ കിട്ടും. ഏകദേശം 4-5 മാസത്തേക്ക് നിങ്ങൾക്കത് യൂസ് ചെയ്യാനും പറ്റും. നേരെ മറിച്ച് നമ്മൾ ചെയിൻ ലൂബാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ഓരോ ആപ്ലിക്കേഷനിലും നിങ്ങൾക്ക് ഏകദേശം 250-300 രൂപ ചിലവാകുന്നുണ്ട്. അപ്പം ഇത് കോസ്റ്റ് എഫക്റ്റീവാണ്. പക്ഷേ മഴക്കാലത്ത് നിങ്ങൾ ചെയിൻ ലൂബിനെ തന്നെ റിലേ ചെയ്യേണ്ടി വരും. അപ്പോൾ നിങ്ങളുടെ ചെയിൻ ലൈഫ് ബെറ്റർ ആക്കാനും റൈഡ് സ്മൂത്ത് ആക്കാനും ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ ഗിയർ ഓയിലാണ് വേനൽക്കാലത്ത്. അപ്പോൾ തന്നെ ഓയിൽ ഇവിടെ നിന്നൊക്കെ താഴേക്ക് വരുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് വൈപ്പ് ഓഫ് ചെയ്യണം. ഇനി നമുക്ക് സാരി ഗാർഡാണ് ഫിറ്റ് ചെയ്യാനുള്ളത്. സത്യം പറഞ്ഞാൽ എനിക്ക് ഈ സാധനം ഫിറ്റ് ചെയ്യുന്നത് അത്ര ഇഷ്ടമല്ല. കാരണം എൻ്റെ കൂടെ അധികം പില്യൻസ് ഒന്നും ഉണ്ടാവാറില്ല. പിന്നെ സാരി എടുത്തിട്ടൊന്നും ഈ വണ്ടിയിൽ ആർക്കും കയറാനും പറ്റില്ല. പിന്നെ എന്തിനാണിതെന്ന് എനിക്കൊരു ഐഡിയയും ഇല്ല. വെറുതെ ചെയിൻ ക്ലീൻ ചെയ്യാൻ വേണ്ടി ബുദ്ധിമുട്ടെന്നല്ലാതെ എനിക്കിതും കൊണ്ട് പ്രത്യേകിച്ചൊരു ഉപകാരം ഉണ്ടെന്ന് ഇതുവരെ തോന്നിയിട്ടില്ല. അതുമാത്രമല്ല ഓഫ് റോഡൊക്കെ ചെയ്യുന്ന സമയത്ത് ഈ സാരി ഗാർഡ് പോയിട്ട് താഴെ തട്ടി ബ്ലോക്കായിട്ട് വീല് എയർലൈൻ അവിടെ നിൽക്കും. AI ക്യാമറേനെയും MVDനൊക്കെ പേടിച്ചിട്ടാണിത് രണ്ടാമത് ഫിറ്റ് ചെയ്യുന്നത്. അപ്പോൾ വണ്ടി നല്ല ക്ലീനായി കുട്ടപ്പനായി നിൽക്കുകയാണ്, മുടുക്കനായി. അതുപോലെ തന്നെ ചെയിനും കാര്യങ്ങളൊക്കെ ലൂബിലിങ്ങനെ കുതിർന്ന് നിൽക്കുകയാണ്. നമ്മുടെ ചെയിൻ്റെ ഹെൽത്ത് എന്ന് പറഞ്ഞാൽ നമ്മുടെ റൈഡിങ് കംഫർട്ടിനെയും മൈലേജിനെയൊക്കെ സ്വാധീനിക്കുന്ന ഒരു മെയിൻ ഘടകമാണ്. അതുകൊണ്ട് ചെയിൻ എന്നും സ്മൂത്താണെങ്കിൽ നമ്മുടെ വണ്ടിയും സ്മൂത്തായിരിക്കും, നമ്മുടെ റൈഡിങ് കംഫർട്ടും അടിപൊളിയായിരിക്കും. അപ്പോൾ ഒരു ക്ലീൻ വണ്ടിയുടെ പുറകിൽ ഒരു ഹാപ്പി ഓണർ ഉണ്ടാവും. അത് 100% ശരി തന്നെയാണ്. അപ്പോൾ ഗൈസ്, ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.